ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഇതേപോലെ ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് അതൊരു കോൺ പോലെ മടക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് അതിനെ നേരെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കോൺ ഷേപ്പിൽ കിട്ടും. എന്നിട്ട് അത് ഗ്ലോ സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതാട്ടോ നമ്മൾ ക്രിസ്മസ് ട്രീൻ്റെ ബേസ് ആക്കി എടുക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ട്രീക്ക് വേണ്ടിയിട്ടുള്ള ലീവ്സ് ഉണ്ടാക്കലാണ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്തത് പൈപ്പ് ക്ലീനർ ആണ്. നമുക്ക് ലീവ്സിൻ്റെ വലിപ്പം ഏകദേശം എത്ര വേണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് അത് മടക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ എടുത്തിട്ടുള്ള അളവിൽ അവസാനത്തെ ആ ഒരു ഭാഗം മാത്രം കുറച്ച് ചെറുതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അത് മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. അതിലെല്ലാത്തിലും അതേപോലെ ഒരു കഷ്ണം ബാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അത് ഏറ്റവും ടോപ്പിലായിട്ട് അത് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പീസിന്റെ സെന്റർ മടക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ ഒരു ലീവ്സ് ആയിട്ട് കിട്ടും കേട്ടോ. ഞാൻ ബാക്കിയുള്ള എല്ലാം അതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. പിന്നെ പൈപ്പ് ക്ലീനർ വാങ്ങുമ്പോൾ ഈ ഒരു കളർ തന്നെ ആയിരിക്കും കേട്ടോ ട്രീക്ക് കുറച്ചും കൂടെ സ്യൂട്ട് ആവുക. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലീവ്സ് മൊത്തം ഇതിന്റെ മുകളിൽ ഒട്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണാണ് കേട്ടോ യൂസ് ചെയ്തത്. നമ്മൾ സാധാരണ പശ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ സെക്യൂർ ആയിട്ട് നിൽക്കുക ഗ്ലൂ ഗണ്ണായിരിക്കും. ഗ്ലൂ ഗൺ ഉപയോഗിക്കുമ്പോഴുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ല, എന്നാലും നമ്മളത് യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒട്ടിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും. പിന്നെ നമുക്ക് അവിടെ ഒട്ടിക്കാൻ പറ്റില്ല, പിന്നെയും ഗ്ലൂ ഉപയോഗിക്കണം. പക്ഷെ നമ്മൾ പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ക്രിസ്മസിന് വേണ്ടിയിട്ട് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഹോൾ വീഡിയോ പോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഷോർട്സ് ആയിട്ട്. അതേപോലെ തന്നെ ക്രിസ്മസിന്റെ തന്നെ 2-3 വീഡിയോ ഞാൻ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മളുടെ ട്രീ ഏകദേശം പകുതിയായിട്ടുണ്ട്. ബാക്കിയും കൂടെ നമുക്ക് ഒരൊറ്റ സ്നാപ്പിൽ ചെയ്തെടുക്കാം കേട്ടോ. അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതിൻ്റെ ലീവ്സ് ഓരോന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് മേലോട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. അപ്പം നമ്മളിത് മൊത്തം ചെയ്ത് കഴിയുമ്പോഴേക്ക് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ കാണാൻ. ഇനി അവസാനമായിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഈ ബീഡ്സ് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഇങ്ങനത്തെ ബീഡ്സ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ തെർമോക്കോൾ ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. പക്ഷെ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക ഇതേപോലെ ചെറിയ എന്തെങ്കിലും മുത്ത് ഒട്ടിച്ചു കൊടുക്കുമ്പോഴായിരിക്കും. ഗോൾഡൻ കളറോ അല്ലെങ്കിൽ സിൽവർ കളർ ആണെങ്കിലും ഭംഗി ഉണ്ടാവും കേട്ടോ. ഇങ്ങനത്തെ ബീഡ്സിനൊന്നും അതിനുമാത്രം വലിയ പൈസയൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ 5 രൂപ അല്ലെങ്കിൽ 10 രൂപയൊക്കെ ഉള്ളൂ. അതേപോലെ തന്നെ പൈപ്പ് ക്ലീനറിനും വലിയ പൈസയൊന്നുമില്ല. ഞാൻ അതൊരു പാക്കറ്റായിട്ടാണ് വാങ്ങിയത്. ഇപ്പം 120 രൂപയാണ് ആയത്. നമ്മൾ അല്ലാതെ നമുക്കൊരു 10-20 എണ്ണം അല്ലാതെ തന്നെ വാങ്ങുവാണെങ്കിൽ അതിനേക്കാളും പൈസ കുറയും കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ബീഡ്സ് മൊത്തം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടില്ല, കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഒട്ടിച്ചു കൊടുത്തത്. ഒരു സ്റ്റാറെങ്കിലും ഇല്ലാതെ എങ്ങനെയല്ലേ ഒരു ക്രിസ്മസ് ട്രീ എന്ന് പറയാ. ഓൾറെഡി കഴിഞ്ഞ ക്രിസ്മസിന് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ഐറ്റംസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിൽ തപ്പിയൊപ്പ് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു കുഞ്ഞ് സ്റ്റാർ. ഇതിനേക്കാളും കുറച്ചുകൂടെ ചെറുതായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല കേട്ടോ. ഏകദേശം ഒരു 150 രൂപയ്ക്കുള്ളിൽ തന്നെ നമുക്ക് ഇതേപോലെ ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ്. ആൻഡ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.